അധികാരം എന്നത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിലൂടെ ആസ്വദിക്കുന്ന ഒന്നല്ല, മറിച്ച് മറ്റൊരാളുടെ മേൽ ഭയവും നിയന്ത്രണവും അടിച്ചേൽപ്പിക്കുന്നതിലൂടെ തെളിയിക്കപ്പെടുന്ന ഒന്നാണ്. പ്രശസ്ത എഴുത്തുകാരൻ ജോർജ് ഓർവെല്ലിന്റെ ഈ നിരീക്ഷണം ഇന്ന് പശ്ചിമേഷ്യൻ മണ്ണിൽ അക്ഷരം പ്രതി മുഴങ്ങിക്കേൾക്കുകയാണ്. ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് വെറുമൊരു സൈനിക നീക്കത്തിനല്ല, മറിച്ച് ആഗോള ആധിപത്യത്തിന്റെ കരുത്തു കാട്ടാൻ നിൽക്കുന്ന അമേരിക്കയും പതിറ്റാണ്ടുകളായുള്ള ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനും തമ്മിലുള്ള അതിശക്തമായ ഒരു ആശയ പോരാട്ടത്തിലാണ്. ഇത് വെറും മിസൈലുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, മറിച്ച് അധികാരം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ആഗോള രാഷ്ട്രീയത്തോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അമേരിക്കയുടെ സൈനിക വ്യൂഹങ്ങളും കൂറ്റൻ യുദ്ധ കപ്പലുകളും ഗൾഫ് തീരങ്ങളിൽ അണിനിരക്കുമ്പോൾ അത് കേവലം ഒരു സൈനിക അഭ്യാസമല്ല. BSS പോലുള്ള അത്യാധുനിക കപ്പലുകളും ഏത് നിമിഷവും ആകാശത്ത് നിന്ന് പറന്നിറങ്ങാൻ സജ്ജമായ എയർബോൺ ഡിവിഷനുകളും വിന്യസിക്കപ്പെടുമ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് കൃത്യമായ ഒരു യുദ്ധമാണ്. എന്നാൽ ഈ വൻ സന്നാഹങ്ങളെ ഇറാൻ നേരിടുന്നത് ഭയത്തോടു കൂടിയല്ല, മറിച്ച് തന്ത്രപരമായ നിശബ്ദതയോടും അതിശക്തമായ പ്രതിരോധത്തോടും കൂടിയാണ്. നേരിട്ടുള്ള ഒരു യുദ്ധത്തെക്കാൾ ശത്രുവിനെ അമ്പരപ്പിക്കുന്ന അസമമായ യുദ്ധതന്ത്രം ആണ് ഇറാൻ ഇവിടെ പരീക്ഷിക്കുന്നത്. അത്യാധുനിക യുദ്ധവിമാനങ്ങളെക്കാൾ ഫലപ്രദമായ ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് പ്രതിരോധ കവചം തീർക്കുന്ന ഇറാൻ ഒരേ സമയം നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാനിലുടനീളം നടക്കുന്ന വൻതോതിലുള്ള റിക്രൂട്ട്മെന്റ് ഒരു സാധാരണ സൈനിക നീക്കമായി മാത്രം കാണാൻ കഴിയില്ല. തസ്നീം വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം രാജ്യത്തുടനീളമുള്ള റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളിലേക്ക് യുവാക്കളുടെ വൻ ഒഴുക്കാണ് ദൃശ്യമാകുന്നത്. സന്നദ്ധ സേവകരായ ഏകദേശം 1 ദശലക്ഷത്തിലധികം, അതായത് 10 ലക്ഷം പോരാളികളെയാണ് ഇറാൻ നിലവിൽ യുദ്ധത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, സാധാരണ സൈന്യം, സന്നദ്ധ സേനയായ ബാസിജ് എന്നിവയുടെ നേതൃത്വത്തിൽ ഈ പോരാളികൾക്ക് കൃത്യമായ പരിശീലനം നൽകി കഴിഞ്ഞു. അമേരിക്കൻ സൈനികർ ഇറാനിയിൽ മണ്ണിൽ കാലുകുത്തിയാൽ അതവർക്ക് ഒരു വലിയ ചരിത്ര നരകമായിരിക്കും എന്നാണ് ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. തങ്ങളുടെ ഭൂപ്രകൃതിയും ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളും ഉപയോഗിച്ച് അമേരിക്കൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അതൊരു രാജ്യത്തിന്റെ ആത്മാവിന്റെ പ്രകടനമാണ്. യുവാക്കളും സാധാരണ പൗരന്മാരും സന്നദ്ധമായി മുന്നോട്ട് വരുന്നത് അവരുടെ ദേശസ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ബാസിസ് സേനയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും സാധാരണ സൈന്യവുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് 1 ദശലക്ഷത്തിലധികം പോരാളികളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് വെറും സംഖ്യയുടെ ശക്തിയല്ല, ഇത് ആത്മവിശ്വാസത്തിന്റെ, അഭിമാനത്തിന്റെ, പ്രതിരോധത്തിന്റെ ശക്തിയാണ്. ഇറാന്റെ നിലപാട് ഇവിടെ വളരെ വ്യക്തമാണ്. അവരുടെ മണ്ണിലേക്ക് ആരെങ്കിലും കടന്നു കയറുകയാണെങ്കിൽ അതിന് ശക്തമായ മറുപടി ഉണ്ടായിരിക്കുമെന്ന് ചരിത്രം പലതവണ തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ തയ്യാറായ ഒരു ജനതയെ കീഴടക്കുക എളുപ്പമല്ല. ഇറാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇറാഖ് യുദ്ധകാലത്ത് പോലും അതീവ സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടും രാജ്യത്തിന്റെ ആത്മവിശ്വാസം തകരാതെ നിലനിന്നിരുന്നു. അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും അത്ര തന്നെ ശക്തമാണ്. USS ട്രിപ്പോളി, USS ബോക്സർ പോലുള്ള ആംഫിബിയൻസ് ആക്രമണ കപ്പലുകൾ മേഖലയിലേക്ക് നീങ്ങുന്നതും 82ാമത് എയർബോൺ ഡിവിഷനിലെ സൈനികരെ വിന്യസിക്കുന്നതും ഒരു വലിയ യുദ്ധ സാധ്യതയുടെ സൂചനകളാണ്. എന്നാൽ ഈ നീക്കങ്ങൾക്കിടയിൽ ഇറാൻ കാണിക്കുന്ന ആത്മവിശ്വാസം ശ്രദ്ധേയമാണ്. ഭീഷണികളെ നേരിട്ട് നിൽക്കാനും സ്വന്തം നിലപാട് വിട്ടുകൊടുക്കാതിരിക്കാനും ഇറാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഇറാനിയൻ പോരാളികളിൽ കാണുന്ന ആവേശം ഒരു സൈനിക ആവേശം മാത്രമല്ല, അതൊരു ആശയത്തിന്റെ ആവശ്യമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ഇത് ഒരു പ്രതിരോധ യുദ്ധമാണ്, സ്വന്തം സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനുമായി നടത്തുന്ന പോരാട്ടം. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ചരിത്ര നരകം എന്നത് വെറും വാക്കുകളല്ല, അതൊരു മുന്നറിയിപ്പാണ്. ആരും അവരുടെ മണ്ണിൽ കാൽ വെച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന്. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശം ഇറാൻ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. ചർച്ചകൾ നടക്കുന്നുവെന്ന അമേരിക്കൻ അവകാശവാദങ്ങൾക്കിടയിലും ഇറാൻ അത് പരസ്യമായി നിരസിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യ നയതന്ത്ര നിലപാടിന്റെ തെളിവാണ്. ഒരു രാജ്യമായി സ്വന്തം നിബന്ധനകളിൽ മാത്രം സംസാരിക്കാമെന്ന ഉറച്ച തീരുമാനമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ പല രാജ്യങ്ങളും വലിയ ശക്തിയുടെ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങുന്ന സാഹചര്യത്തിൽ ഇറാൻ എടുത്തിരിക്കുന്ന ഈ നിലപാട് പലർക്കും പ്രചോദനമായി മാറുന്നു. ശക്തി വെറും ആയുധങ്ങളിൽ മാത്രമല്ല, ആത്മവിശ്വാസത്തിലും ഐക്യത്തിലും നിലകൊള്ളുന്നതാണെന്ന് ഇറാൻ ലോകത്തോട് തെളിയിക്കുകയാണ്. അവസാനമായി ഈ സംഘർഷം എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ തളരാൻ തയ്യാറല്ല. അവരുടെ നിലപാട് ഉറച്ചതാണ്. ലോകശക്തിയുടെ മുന്നിൽ പോലും തല കുനിയാതെ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ കഥയാണിത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം വെറും യുദ്ധമല്ല, ഒരു ആശയത്തിന്റെ പോരാട്ടമാണ്.